എടിയ പാലിന്റെ കാശ് തരാത്ത? ബാക്കി 25 പൈസ തരാനുള്ളൂ. 25 പൈസ എന്നാ സാരമില്ല. നിങ്ങൾ മരിക്കണ്ട, അതങ്ങോട്ട് തന്നേക്കാം. പ്രേമകാരക പങ്കഞ്ചേട്ട, ഈ മുറ്റം തൂത്തു ഞാനും ആ സൈക്കിള് തുടച്ച് എന്റെ ചേട്ടനും എത്ര നാള് കഴിയും? ഓ നിന്റെ പ്രണയം! ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ. ഓഫീസിൽ നേരത്തെ ഇനി പോരണം കേട്ടോ, ഇരുട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇല്ലമ്മേ. നീ കുളിച്ചോടാ? ഓ ഞാനതങ്ങ് മറന്നുപോയി. നേരെ ഒരുപാടായി, മാർക്കറ്റിൽ പോണം. വാ. ഓ തേങ്ങ ഞാനിങ്ങോട്ട് പോന്നപ്പോ അമ്പലപ്പറമ്പിലെ തെങ്ങേന്ന് വീണതാ. അത് അമ്മ എന്തിനാണ് എടുത്തോണ്ട് വന്നത്? ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എടുക്കുകയല്ലേ? പിന്നെ എനിക്ക് എടുത്താലെന്താ? അല്ലേടി വങ്കി? പിന്നെ അല്ലാതെ വല്ല പറ്റിയും തേങ്ങയൊക്കെ നമുക്ക് എന്തിനാണമ്മേ? നീ നിന്റെ കാര്യം നോക്കിയാ മതി. ആ നീ പിന്നെന്താ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാഞ്ഞേ? അമ്മ അമ്പലത്തിൽ നിന്ന് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്നാ എന്റെ മോളൊന്ന് വേഗം ചെല്ലേ. പങ്കജേട്ടൻ എന്താ ഇത്രയും താമസിച്ചത്? മനസ്സെന്താണ്ട് നീ ആരാ ചോദിക്കാൻ? പങ്കജേട്ടൻ ഒരു കാര്യം പറഞ്ഞു. എന്തോന്നാ? എന്റെ മനസ്സിനകത്തിരുന്ന് ഒരൊച്ച. സൂക്ഷിക്കണം. എടീ, നീ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചോണ്ട് വീട്ടിൽ പോകുന്നുണ്ടോ ഇല്ലയോ? എപ്പോഴും പങ്കജേട്ടാ പങ്കജേട്ടാ എന്നൊരൊച്ച. നീ സമ്മതിക്കില്ല. എനിക്ക്
പങ്കഞ്ചേട്ടന്റെ ആ. ഒരു പടം വേണം. നീ ഇപ്പോഴും ഒരു നല്ല പടമാണല്ലോടി പങ്കി. പിന്നെ എന്തിനാ എന്റെ പടം? എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ. അയ്യോടി തെറ്റില്ലടി പങ്കി. പിന്നെ ആ. ആളുകളൊക്കെ പറയുകയാണ് ഓ. ഞാനും ആ. പങ്കഞ്ചേട്ടനുമായി. നീ പോകുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ നിന്നെ ഞാൻ കരോള് ചെയ്ത് കളയും. അയ്യോ, എന്നെ അതൊന്നും ചെയ്യില്ലേ, ഞാനങ്ങ് പോവാം. അയ്യോ, ഈ ബസ്സൊക്കെ എവിടെ പോയി? ഒന്ന് കളരാജമ്മേ, നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് ആർക്കും വീട്ടിലേക്ക് പോണ്ട. അയ്യോ, പിന്നെ എന്ന് നീ ബസ്സിലാണോ പോകുന്നത്? രാജമ്മയെ കൊണ്ടുപോകാൻ രാജകുമാരൻ വരില്ലേ സ്വർണ്ണ രഹസ്യം? നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? അതിനും വേണ്ടേ ഭാഗ്യം അല്ലേ? രവിസാർ ഇപ്പൊ മോട്ടോർ സൈക്കിളും പറപ്പിച്ചോണ്ട് വരികയല്ലേ രാജമ്മയെ കൊണ്ടുപോകാൻ. ഒന്ന് മിണ്ടാതിരിക്കാമോ? രവിസാർ വരുന്നുണ്ട്. ഓഹോ, നിങ്ങൾ പരിപാടി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. വരൂ രാജമേ, നമുക്ക് പോകാം. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. അയ്യോ, ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല. നീ ചെല്ലു രാജമ്മേ. ഓ, പെണ്ണിന്റെ ഒരു സ്റ്റൈല്. അവര് വല്ലതുമൊക്കെ നിന്നോട് പറയും. വരൂ രാജമേ. പിന്നെ ഉരുണ്ട് വീഴരുതെന്ന്, കേൾക്കാൻ പാടില്ല. എന്നെ മുറുക്കി പിടിച്ചോളണമെന്ന്. അത് ഞാൻ നോക്കിക്കൊള്ളാം. ശരീരത്തിന് എന്താണ് ഇത്ര ചൂട്? കേട്ടില്ല. നിന്റെ ശരീരത്തിന് എന്താണ് ഇത്ര ചൂടെന്ന്? ഓ, എനിക്ക് വയ്യ ഇങ്ങനെ റോഡ് നീളം കൂവി വിളിക്കാൻ. നമുക്കിവിടെ ഇറങ്ങാം. അയ്യോ, അതെന്തിനാണ് ഇവിടെ ഇറങ്ങുന്നത്? അതൊക്കെ പറയാവുന്നേ. വേണ്ട വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, അപ്പോൾ വീട്ടിൽ പോണ്ടേ? അങ്ങനെ അങ്ങ് പോയാലോ രാജം? നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അത് അറിയാവുന്നവർ തന്നെ പറയാൻ മതി. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു കളഞ്ഞാലോ എന്റെ രാജം? ഇതുവരെ നമ്മൾ കല്യാണ കാര്യത്തെ പറ്റി പറഞ്ഞു. ഇന്ന് മുതൽ നമുക്ക് കല്യാണം കഴിഞ്ഞാലുള്ള കാര്യത്തെ പറ്റി പറയാം. എന്താ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്റെ പൊന്നു രാജമ്മേ, ഇനി എന്നെ നീ നിരാശപ്പെടുത്തല്ലേ. നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ പറ്റി ഒന്ന് പറയൂ രാജമ്മേ. അയ്യോ, എനിക്ക് വയ്യ. ഈ രവേഷിനെ കൊണ്ട് ഞാൻ തോറ്റു.